മലയാളിയായ ഡോക്ടർ മുഹമ്മദ് ഫഹദാണ് ടാറ്റ ഹാരിയർ EV ആനപ്പാറ കയറ്റിയത്. വാഗമണ്ണിലെ എലിഫന്റ് റോക്ക് കീഴടക്കുന്ന ആദ്യ ഇലക്ട്രിക് SUV എന്ന റെക്കോർഡും ഹാരിയർ EV സ്വന്തമാക്കി. ടാറ്റ ഹാരിയർ EVയിൽ ലിഥിയം അയൺ ബാറ്ററി സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 400 കിലോമീറ്ററാണ് കമ്പനി റേഞ്ച് പറയുന്നത്. സാധാരണ AC ചാർജർ ഉപയോഗിച്ച് ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്യാൻ ഏകദേശം 10 മണിക്കൂർ എടുക്കും. ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യത്തിൽ 56 മിനിറ്റിനുള്ളിൽ 0 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. കമ്പനി ബാറ്ററികൾക്ക് 8 വർഷം അല്ലെങ്കിൽ 1.6 ലക്ഷം കിലോമീറ്റർ വാറന്റി നൽകുന്നു. ടാറ്റ ഹാരിയർ EV ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇതിന് ഏകദേശം 312 bhp കരുത്തുണ്ട്. 0 മുതൽ 100 വരെ കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഏകദേശം 8.9 സെക്കൻഡ് എടുക്കും. ഇതിന്റെ പരമാവധി വേഗത 190 കിലോമീറ്റർ ആണ്. ടാറ്റ ഹാരിയർ EVയുടെ പ്രധാന ഗുണങ്ങൾ എന്തെന്നാൽ മികച്ച ബാറ്ററി റേഞ്ചും സുഖപ്രദമായ യാത്രയും വിശാലമായ ഇന്റീരിയറും മികച്ച സുരക്ഷാ സംവിധാനങ്ങളുമാണ്. ദോഷങ്ങൾ പറയുകയാണെങ്കിൽ പെട്രോൾ ഡീസൽ മോഡലുകളെ അപേക്ഷിച്ച് വില കൂടുതലാണ്. കൂടാതെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകളുടെ പരിമിതമായ ലഭ്യതയും ഒരു പോരായ്മയാണ്. ടാറ്റ ഹാരിയർ EV ഇതുവരെ ക്രാഷ് ടെസ്റ്റിന് വിധേയമാക്കിയിട്ടില്ല. എങ്കിലും ടാറ്റ ഹാരിയർ പെട്രോൾ ഡീസൽ മോഡലുകൾക്ക് ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ കേരളത്തിലെ ഓൺ റോഡ് വില ഏകദേശം 26 ലക്ഷം രൂപ മുതലാണ്.